കൃഷ്ണ ഗുരുവായൂരപ്പ പഴനിയാണ്ടവാ. വലിയോളം തിരുമേനിയേ നമഃ. ഓം പാർവതിയേ നമഃ. ഓ തുടങ്ങിയല്ലോ കിളവിയുടെ ഒരു ഭർത്തൃപൂജ. മണിയടിച്ച് അങ്ങേരുടെ ചെവിക്കല്ല് പൊട്ടിക്കാണും. അയ്യേ എന്താ ഇത്? ഇതെങ്ങനെ ഇതിന് വന്നു? എടാ മഹാദേവ, മഹാദേവ, എന്തിനാ കിടന്ന് തൊള്ള ഓർക്കുന്നത്? ഞാൻ ഇവിടെ തന്നെ ഉണ്ടല്ലോ. അതേടാ, നീ ഇവിടെ ഉള്ളതാ എന്റെ കാലക്കേട്. എന്നും നിന്ന് ഞാൻ ഇവിടെ വിളിച്ചു കയറ്റോ അന്ന് തുടങ്ങിയതാ എന്റെ കഷ്ടകാലം. ഇത് തന്നെ ജാനകിയമ്മയും പറയണേ. എന്ന് കുമാരേട്ടന് ഈ വീട് വാടകയ്ക്ക് തന്നോ അന്ന് മുതൽ അവരുടെ കഷ്ടകാലം തുടങ്ങി. അതിനുള്ള മറുപടി ഞാൻ അവിടെ കൊടുത്തോളാം. ആദ്യം നീ എന്റെ ചോദ്യത്തിന് ഉത്തരം പറ. നീ എന്ത് വൃത്തിയാടാ ബാത്റൂമിൽ കാണിച്ചു വെച്ചിരിക്കുന്നത്? ഒയ്യോ കുമാരേട്ട, സോറി, ധൃതിയിൽ ഞാനതങ്ങ് മറന്നുപോയി. ഇത്തിരി വെള്ളം ഒഴിച്ചേക്കോ. അതല്ലടാ കരുതേ, ആ പ്ലാവിലെ എന്താണെന്ന്. പ്ലാവിലെ ടൂത്ത് പേസ്റ്റ് കണ്ടാൽ അറിഞ്ഞൂടെ? എനിക്ക് കണ്ടാൽ അറിയാം, പക്ഷെ നീ കൊണ്ടാലേ അറിയൂ. എവിടെയാ അതിന്റെ ട്യൂബ്? അതെന്തിനാ ട്യൂബ് വെച്ചാണ് പല്ലിയേക്കാൻ പോണത്? ഞാൻ ചിലപ്പോ അങ്ങനെ തേച്ചത്തിരിക്കും. എന്നാ കൊണ്ടുപോ, ഒരച്ച് തേക്ക്. ഓ ദൈവമേ, നീ ഇതിനെ ഈ കോലത്തിലാക്കിയോ? തത്തച്ചുണ്ടുപോലുന്ന ട്യൂബിനെ ഇടിച്ച് പുഞ്ചപ്പാടം പോലെ ആക്കല്ലൂടാ ദ്രോഹി. ഓ ഇതിലിരുന്ന സോപ്പൊക്കെ എവിടെ? അതൊക്കെ ഭദ്രമായിട്ട് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. കുമാരേട്ട സമാധാനമായിട്ട് പോയിട്ട് പല്ലി വെച്ചാട്ടെ. അവന്റെ ഒടുക്കത്തെ ഒരു നെറുക്കിടപ്പ്. ഓരോ കമ്പനിക്കാരെ അവരുടെ ഉൽപ്പന്നങ്ങൾ ചെലവാകാതെ വരുമ്പോ ഓരോ ഭാഗ്യമത്സരം നടത്തും. നിന്നെപ്പോലെ ചില തിരുവണ്ടന്മാര് ഒഴിഞ്ഞ ട്യൂബും കാലി പാക്കറ്റുമായി അതിന്റെ പിറകെ നടക്കും. ഓ നടക്കും. അതിന് അണ്ണന് ദണ്ണമൊന്നുമില്ലല്ലോ. ദണ്ണമുണ്ടടാ. കഷ്ടപ്പെട്ട് ഞാൻ ഉണ്ടാക്കുന്ന കാശ് കൊടുത്ത് വാങ്ങിക്കുന്ന സാധനങ്ങൾ എന്റെ ഇഷ്ടാനുസരണം ഉപയോഗിക്കാനുള്ളതാ, അല്ലാതെ നിനക്ക് പിച്ചു ചീത്തി കളയാനുള്ളതല്ല. അതെ, മേലിൽ ഞാൻ വാങ്ങിച്ചു വെച്ചിരിക്കുന്ന സാധനങ്ങളെങ്ങാനും കൈകൊണ്ട് തൊട്ടാൽ നീ ഇതേ ഈ പരുവത്തിലാകും. ആണല്ലോ. എന്നാൽ ഇനി മുതൽ ഓഫീസിൽ പോണതേ ബസ്സിലോ നടന്നോ പൊക്കോണം, അല്ലാതെ എന്റെ സ്കൂട്ടറിന്റെ പുറത്ത് എങ്ങാനും കയറാൻ വന്നാലുണ്ടല്ലോ. സ്കൂട്ടറോ? ഒരു പഴത്ത സൈക്കിള് മാത്രമുള്ള നിലക്കെവിടുന്നതാ സ്കൂട്ടർ? എന്നാ കേട്ടോ, ഇത്തവണ രാധാ സോപ്പുകാരുടെ സമ്മാനേ സ്കൂട്ടറാ. വെറും സ്കൂട്ടറല്ല, കൈനെറ്റിക് ഹോണ്ട. കൈനെറ്റിക് ഹോണ്ട. കൈ നെറ്റിക്കല്ല, നിന്റെ കരണത്താ കൊള്ളേണ്ടത്. സോപ്പിന്റെ കവറ് കൊടുത്താൽ ആരെങ്കിലും സ്കൂട്ടർ തരുകൂടാ മരത്തലയാ. കവർ മാത്രം പോരാ, മുദ്രാവാക്യം എഴുതിയേക്കണം. അതൊക്കെ ബുദ്ധിമാന്മാർക്ക് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. മുദ്രാവാക്യം എഴുതാൻ എന്തിനാടാ ബുദ്ധി? ഇൻകുലാബ് സിന്ദാബാദ് എന്ന് എഴുതിയാ പോരെ? മതി മതി, അതും വിളിച്ചോണ്ട് അങ്ങോട്ട് ചെന്നാ മതി. നിന്ന് വാചടിക്കാതെ വേഗം ചെന്ന് ചായടാൻ നോക്ക്. പിന്നെ അങ്ങോട്ട് വന്നാ മതി, തൊള്ളയിലോട്ട് ഒഴിച്ചു തരാം. അതെ, അതൊക്കെ ഇന്നലത്തെ കൊണ്ട് നിർത്തി. ഇനി ചായ വേണേ, തന്നെത്താനിട്ട് കുടി. അയ്യോ കുമാരേട്ടാ, അത് മാത്രം പറയരുത്. ഒന്നുമില്ലെങ്കിലും ഞാൻ നിങ്ങളുടെ മേലുദ്യോഗസ്ഥനല്ലേ. അയ്യേ, അതങ്ങ് ആഫീസില്. ഇവിടെ മേലെ ഞാൻ തന്നെയാടാ. അതെ, അല്ലെന്ന് ആര് പറഞ്ഞു? അതുകൊണ്ടാണല്ലോ ഓഫീസിൽ വെച്ച് ഞാൻ നിങ്ങളെ കുമാറെന്നും വീട്ടിൽ വരുമ്പോ കുമാരേട്ടെന്നും വിളിക്കുന്നത്. അത് മാത്രമല്ല കുമാരേട്ടാ, കുമാരേട്ടന്റെ കൈ കൊണ്ട് ഉണ്ടാക്കുന്ന കണ്ണൻ ദേവൻ ചായയുടെ ഒരു സ്വാദുണ്ടല്ലോ, അത് എത്ര പറഞ്ഞാലും മതി വരില്ല. ടാറ്റിയുടെ പാക്കിംഗ്, കുമാരേട്ടന്റെ മേക്കിംഗ്, അതാണ് എനിക്കിഷ്ടം. പക്ഷേ നിന്റെ ഈ സോപ്പിംഗ് എനിക്ക് ഇഷ്ടമല്ല. അതെ, ഏതായാലും നീ എന്റെ മേത്ത് കൂടെ സോപ്പിട്ടില്ലേ? ഇനി ഞാൻ കുളിച്ചിട്ട് ചായ ഇടാം. പാവം. അമൃത്തിനകത്ത് സോപ്പ് കൊടുക്കണം. എടാ, നിന്നെ ഞാനെന്ന് കാണിച്ചു തരാം. കുമാരേട്ടാ, ചായ റെഡിയല്ലേ? പിന്നെ എന്നാ വാ പൊളിച്ചൊഴിച്ചോ. എടാ, എന്നെപ്പോലും സഹവാസി കിട്ടാൻ നീ തപസ് ചെയ്യണം. സത്യം, കുളിച്ചോണ്ടിരുന്നപ്പോ ഞാൻ അത് തന്നെ ആലോചിച്ചോണ്ടിരുന്നു. ഇണങ്ങിയാലും പിണങ്ങിയാലും കുമാരേട്ടൻ എന്നോടുള്ള സ്നേഹത്തിന് മാത്രം ഒരു കുറവും വരുന്നില്ലല്ലോ. കുമാരേട്ടൻ കുടിച്ചോ? നമ്മളൊന്നല്ലേടാ, നീ കുടിച്ചാലും ഞാൻ കുടിച്ചാലും ഒരുപോലെയല്ലേ? നീ തന്നെ കുടിച്ചു. എന്റെ ഭാഗ്യം. എന്റെയും. എന്താടാ 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 എന്താ? ഇതാണോ ചായ? ഇതിനെന്താ സോപ്പിന്റെ ചവ? ഇതിനകത്തിന് സോപ്പ് പൊടി നീ എന്ത് ചെയ്തു? അത് ഞാൻ അടുക്കളയിൽ അമുൽ ടിന്നകത്ത് ഇട്ട് വെച്ചിട്ടുണ്ട്. അത് തന്നെയാണ് നീ ഇപ്പൊ കുടിച്ചത്. എടീ, ലില്ലിക്കുട്ടിക്ക് ഇത്ര ചുമയുടെ മരുന്നിട്ട് കൊടുത്തേ. അത് കിടന്ന് ചുമക്കുന്നത് കേട്ടില്ലേ? ഈ അമ്മയ്ക്കെന്താ? അത് ചുമച്ചല്ല, കുറച്ചതാ. ചുമച്ചതാണോ കുറച്ചതാണോ എന്നൊക്കെ ഞാൻ തീരുമാനിച്ചോളാം. മാറ മോളെ ലില്ലി, വാടാ മോളെ. അമ്മ
ഡോക്ടർ എടുത്തുകൊണ്ട് പോവാം കേട്ടോ. ആ എന്താ അറിയുമേ? അയ്യോ ഒന്നുമില്ലേ, കാലത്തെ ഈ തിരുമുഖം ഒന്ന് കാണണമെന്ന് തോന്നി. ഇതെന്താ വീടോ കാഴ്ച ബംഗ്ലാവോ? കടുവായെ പോലെ കിടന്ന് അലറാൻ. ആ കടുവ ഞാനല്ല, ദാ അങ്ങോട്ട് ചോദിക്ക്. എനിക്ക് ചോദിക്കേണ്ടത് തന്നോടാ. തനിക്കാ ഞാൻ ഈ വീട് വാടകയ്ക്ക് വന്നിരിക്കുന്നത്. അതുകൊണ്ടെന്താ ആകാശം ഇടിഞ്ഞ് വീട്ടൊന്നുമില്ലല്ലോ. അതെ, എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നമുക്ക് വൈകുന്നേരം പറയാം. ഓഫീസിൽ പോകാൻ നേരായി. ഞങ്ങൾ ഈ ഡ്രസ് ഒന്ന് മാറിക്കോട്ടെ. ഡ്രസ് മാറാൻ വരട്ടെ, ആദ്യം വീട് മാറുന്ന കാര്യം പറ. അതെന്തിനാ വീട് മാറുന്നത്? വാടക കൃത്യമായിട്ട് തരുന്നില്ലേ? വാടകയല്ലേ പ്രശ്നം, ഞാൻ ഈ വീട് ഇനി ഫാമിലിക്ക് മാത്രമേ കൊടുക്കൂ. അതിനെന്താ, നമ്മളിപ്പോ ഒരു ഫാമിലി അല്ലേ? നിന്നോട് പറഞ്ഞില്ല. അപ്പുറത്തെ പ്രായപൂർത്തിയായ ഒരു പെങ്കൊച്ചുള്ളതാ. ഓഹോ, മാലതയ്ക്ക് പ്രായപൂർത്തിയായോ? അതെപ്പോഴാ? പാവം, ഒരു പാവാട പോലും അവക്ക് വാങ്ങിച്ചു കൊടുത്തില്ലല്ലോ. ഓ എന്റെ അമ്മൂ. ദേ വെള്ളത്തിലൊന്നും ജാനകിയമ്മയുടെ വേണ്ട, മഹാ പെശകാങ്ങ്. ചുമ്മാ അല്ല മൂത്ത് നിറച്ചിട്ടും പെണ്ണും പെടക്കോഴിയും ഒന്നും കിട്ടാത്തത്. ഇതല്ലേ മനസ്സിലിരിപ്പ്? ജാനകിയമ്മേ, ശവത്തെ കുത്തരുത്. മര്യാദക്കാ പറയുന്നത്, വീടൊഴിയുന്നാ നല്ലത്. എന്താ മര്യാദയ്ക്ക് ഞാനും പറയുന്നു, ഞങ്ങൾ ഈ വീട് ഒഴിയുന്നില്ല. എനിക്ക് ഈ വീട് തന്ന് സ്ഥാപിക്കുക. അങ്ങേര് വന്ന് പറയട്ടെ ഒഴിയണോ വേണ്ടത്. ഇവിടെ തീരുമാനിക്കുന്നത് ഞാൻ തന്നെയാണ്. അത് ഞങ്ങൾക്ക് ആദ്യം കണ്ടപ്പോഴേ മനസ്സിലായി. അതുകൊണ്ടാണല്ലോ തള്ളയും മകളെയും വിട്ട ചങ്ങേര് ആശ്രമത്തിൽ പോയി തപസ്സിരിക്കും. തോന്നിയാസം പറഞ്ഞാണ്ടല്ലോ എന്റെ തല നിറഞ്ഞേ കാണും. എന്നാലത് കാണട്ടെ. ആ കാണട്ടെ. അമ്മേ, ഞാൻ പറഞ്ഞതല്ലേ, പിന്നെന്തിനാ വെറുതെ? നിന്നെ ഇവിടെ ആരാ അടി വിളിച്ചത്? പോടിയപ്പുറത്ത്. പോപട്ടി. അയ്യോ എന്റെ ഷർട്ട്. നായിന്റെ പോലെ നിക്കണേ അവിടെ നിൽക്കാൻ. അസലായി. വീട് മാറിയില്ലെങ്കിൽ ഇതുപോലെ പലതും നടക്കും. മാലതി, എന്തോ? ഞാനൊരു കാര്യം പറഞ്ഞാൽ നീ കേൾക്കുവോ? മഹാദേവൻ ചേട്ടൻ പറ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എന്താ മഹാദേവ, രാവിലെ തുടങ്ങിയ പൂരിപ്പിക്കല്? ഏയ്, ഞാനിങ്ങനെ വെറുതെ. ഇന്നെന്താ സംഭവം? നീലിമ വാഷിംഗ് പൗഡർ ലക്കി കോണ്ടസ്റ്റാ. എന്തൊരു കിറുക്കായത്. ഇങ്ങനെ കുത്തിക്കുറിച്ചിരിക്കുന്ന സമയം കൊണ്ട് ഉള്ള ജോലി അങ്ങ് ചെയ്ത് തീർത്തൂടെ? ഇത് കിറുക്കാണെന്ന് ആരാ പറഞ്ഞത്? ഭാഗ്യം ഉദിച്ചാലേ ഒന്നാം സമ്മാനമായിട്ട് കിട്ടുന്ന ഒരു കാറാ. കാറോ? പിന്നല്ലാണ്ട് ചിലപ്പോ മോട്ടോർ ബൈക്ക്, TV, ഫ്രിഡ്ജ്, അങ്ങനെ ഒരുപാട് സമ്മാനങ്ങളുണ്ട്. ഇതൊക്കെ വെറുതെ പറയുന്നല്ലേ? ഏയ്, തനിക്കറിയാഞ്ഞിട്ടാ. ഏറ്റവും നല്ല പരസ്യവാചം എഴുതി അയക്കുന്ന ആൾക്കാ പ്രൈസ്. കൂടെ 3 കാലി പാക്കറ്റും അയക്കണം. എന്നിട്ട് വാചം വല്ല ഒത്തോ? പിന്നെ മകൾക്ക് അമ്മയെ സോപ്പിടാൻ, ഭർത്താവിന് ഭാര്യയെ സോപ്പിടാൻ, ഭാര്യയ്ക്ക് അമ്മായിയമ്മയെ സോപ്പിടാൻ നീലിമ വാഷിംഗ് പൗഡർ. എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ട്. ആ. ആട്ടെ, മഹാദേവൻ ഏത് സോപ്പാ ഉപയോഗിക്കുന്നേ? ഞാനോ? കുമാറിന്റെ. പൗഡറോ? കുമാറിന്റെ. പേസ്റ്റോ? അതും കുമാറിന്റെ. കുമാറോ? അങ്ങനെ ഒരു കമ്പനി ഞാൻ കേട്ടിട്ടില്ലല്ലോ. അയ്യോ, ഇത് കമ്പനിയല്ല, നമ്മുടെ പ്യൂൺ കുമാറില്ലേ, ദേ കുമാരേട്ടൻ. ആ. ഒരുമിച്ചാ താമസം. ഞങ്ങൾ നല്ല കമ്പനിയാ. ഒന്ന് പതുക്കെ ചിരിക്കും മോളെ, മാനേജർ ചേട്ടൻ എന്റെ ചീട്ട് കീറും. ആ ശരി, നാളെ അയച്ചേക്കാം. ഓക്കെ. സംസ്കാരം നാളെ. എന്താണോ ഇത്? ചായ. അതല്ല, ഈ തോന്നിയാസം കാണിച്ചത് ആരാണെന്ന് അശ്ശോ. പറയണോ? ഞാൻ പ്രത്യേകിച്ച് പറയണോ? സാറിനറിയാലോ. എന്തുവാണോ ഇത്? പത്രം. ഇന്നത്തെ പത്രം ഒന്ന് നിർത്തി നോക്കിക്കേ. ഓ, ഹായ്. ഇതിലൊക്കെ വെന്റിലേഷൻ വെട്ടി വെക്കാനാണോ തന്റെ പണി? സാറത് ലക്കി കോണ്ടസ്റ്റിന് അയച്ചു കൊടുക്കാൻ. ലക്കി കോണ്ടാസ്റ്റ്, മാങ്ങ തൊലി. എന്നാ ഒരു കാര്യം ചെയ്യും, കുറെ പൂമ്പാറ്റയും ബാലരമയും ഒക്കെ വാങ്ങി വീട്ടിൽ തന്നെ കളിച്ചോണ്ടിരുന്നു. സാർ, ഇത് ലക്കുണ്ടെങ്കിൽ ഡോണ്ട് ബി സ്റ്റുപിഡ്. നാണമില്ലടോ എനിക്ക്, ഒരുമാതിരി നേഴ്സറി പിള്ളേരെ പോലെ. ദിസ് ഇസ് ദി ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് വാണിംഗ്. മേലാളിൽ ആവർത്തിച്ചാൽ ഞാൻ തന്നെ ഡിസ്മിസ് ചെയ്യും. സാർ ചായ. തന്റെ